അഗ്നേരാഭാഭ്യപ്രവല്യം പൃഥിവ്യ ഓഷധയ ഓഷധേഭ്യോ അന്നം. അഭ്യപൃഥിവ്യാം പൃഥിവ്യ ഓഷധേഭ്യോ അന്നം. അപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ അഗ്നിസ്വരൂപം നമുക്കറിയാം. പസഫിക് സമുദ്രമൊക്കെ അടക്കം ഇത്ര സെൽഷ്യസിൽ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണത്. അപ്പോൾ എവിടെ ചൂട് കൂടിയിട്ട് എവിടെയാണോ ഒരു പ്രകാശത്തിൽ നിന്ന്, ഒരു അഗ്നിയിൽ നിന്ന്, ചൂടിൽ നിന്ന് അഗ്നേ ആപ, അഗ്നിയിൽ നിന്ന് എന്തുണ്ടാവുന്നു? അത് അഗ്നിയിൽ നിന്ന് ആപ ഉണ്ടാവുന്നു, ജലമുണ്ടാവുന്നു. അഭ്യ പൃഥിവ്യാം, ആദ്യം ഉണ്ടായത് എവിടുന്നാണ്? ജീവൻ്റെ അംശം ഉണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്. പിന്നീടോ വേദപുരാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഭൂമി എവിടുന്നാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ അവിടെ അസുരൻ കൊണ്ടുപോയി എന്നും ഒരു സങ്കല്പം, ആസുരഭാവത്തിൽ നിന്നും ഭഗവാൻ തേറ്റ കൊണ്ട് എടുത്ത് പൊക്കി ഭൂമിയെ ഉജ്ജഹാര അഭ്യുജഹാര. അപ്പം നമുക്ക് ഇരിക്കാനൊരു ഇരിപ്പിടം തന്നത് എന്തു തന്നെയാണ്? ജലാംശം തന്നെയാണെന്നർത്ഥം. സമുദ്രത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം എന്തിനും. അപ്പോൾ ബേസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ നമുക്കൊരു ഭൂമി വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകുന്നതായ ദക്ഷിണായന കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ഭിപ്രതിയം പ്രതിയോ ഓദർശയ ഓഷധേഭ്യാന്നം. ഇന്ന് വെളുപ്പിന് തന്നെ കുടുംബത്തിലൊരു എന്തൊരു മഴയാ, അങ്ങനെയല്ല പറയേണ്ടത്, നല്ല മഴ എന്ന് പറയാൻ സാധിക്കണം. ഇപ്പോഴും പലയിടത്തും ശുദ്ധജലം കുടിക്കാൻ വയ്യാതെ ഓറൽ വെള്ളവും അതുപോലെ ക്ലോറിൻ വെള്ളവും ഉപയോഗിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്നറിയാം, നല്ല ശുദ്ധജലം കുടിച്ച് ജീവിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുന്നതായ സാഹചര്യത്തിൽ വരുമ്പോൾ കാലഘട്ടങ്ങളൊക്കെ അനുസരിച്ച് ഉണ്ടാകുന്ന മഴ മാറ്റങ്ങൾ, മഴ മാറ്റങ്ങൾ പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയെ ലംഘിച്ചുകൊണ്ടുള്ളതായ മനുഷ്യൻ്റെ കാടുകയറ്റം, ആവാസവ്യവസ്ഥകളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടുള്ളതായ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നു എന്നറിയാമോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുളിക്കാൻ പോയപ്പോൾ മുറ്റത്തൊരു പാമ്പ്. അതിനൊന്നും ചെയ്തില്ല, അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു, അത് കാട്ടിലേക്ക് വിട്ടു. കാരണം അതിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതിനുള്ളതായ സോഴ്സുകൾ നമ്മൾ തന്നെയാണ് നശിപ്പിച്ചത്. അതിനുള്ളതായ കാടുകൾ, അതിനുള്ളതായ പുറ്റുകൾ, അതിനുണ്ട് വേണ്ടതായ കുടുംബസമേതം ജീവിക്കേണ്ടതായ മരത്തിൻ്റെ പൊത്തുകൾ, പോളുകൾ ഒക്കെ നശിപ്പിച്ചത് ആരാണ്? ഞാനടക്കമുള്ള മനുഷ്യ സമൂഹമാണ്. അപ്പോൾ നമ്മൾ അല്പം വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ അവിടുന്ന് ഇല്ലത്തിന് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം പെരുമ്പാമ്പുകളുണ്ട്. ധാരാളം ഞാൻ കഴിച്ച പല ക്ഷേത്രങ്ങളിലും ആന ഇറങ്ങുന്നുണ്ട്, പന്നി ഇറങ്ങുന്നുണ്ട്, മയിൽ ഇറങ്ങുന്നുണ്ട്, കുരങ്ങൻ ഇറങ്ങുന്നുണ്ട്. ആൾക്കാർ ചോദിക്കും, അയ്യോ ഇതെന്താ കാരണമുണ്ട്? അതിന് കാരണം അവിടെ ഒന്നും അതിന് ജീവിക്കാനുള്ള വ്യവസ്ഥകളുണ്ടായില്ല. മനുഷ്യന് ജീവിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടായിട്ടും മനുഷ്യൻ കാട് കയറുന്നു, അവിടെയൊക്കെ വെട്ടിപ്പിടിച്ച് അവിടെ ഓരോന്ന് സ്ഥാപിക്കുന്നു, അവനവൻ്റെ എന്ന് പറയുന്നത് സാധിക്കുന്നു. അപ്പം ഞാനും എൻ്റേത് എന്നുള്ള ചിന്ത വരുമ്പോൾ മാത്രമേ എന്ത് പ്രശ്നമാവുന്നുള്ളൂ എന്നർത്ഥം. ഇതെല്ലാം എൻ്റേതല്ല എന്നൊരു ചിന്ത വരുമ്പോൾ ഇതിനെ മുഴുവനും ഉപയോഗിക്കേണ്ടത്, ആവാസ വ്യവസ്ഥകളെ അടക്കം ഉപയോഗിക്കേണ്ടത് പ്രകൃതി അമ്മ നമുക്ക് കനിഞ്ഞ് നൽകിയിരിക്കുന്നത് തന്നെയാണ്. പ്രകൃതിയമ്പ കനിഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും, അത് നമുക്കറിയാം. ഹരിയേട്ടനും കണ്ണനും ഒക്കെ കൂടി പ്രശ്നം വെച്ച് പറഞ്ഞു, തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഇത്രയും പുണ്യമായ ക്ഷേത്രമില്ല. ഇത്രയും കാമാൻ ക്വയറ്റായിട്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു മൂർത്തിയില്ല. ഇവിടെ ഉണ്ടാകുന്നതായ ഈ പരിസരത്തുണ്ടാകുന്നതായ മാമ്പഴം അടക്കം, ചക്കപ്പഴം അടക്കം നേരിച്ചോളൂ, പൂവുകൾ, ഇലകൾ എല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്നോളൂ. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കാമാൻ ക്വയറ്റായിട്ട് ഒരു പ്രാവശ്യം വന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടുന്ന് പോയില്ല എന്നർത്ഥം. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഏറ്റവും ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ക്ഷേത്രത്തിൽ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നർത്ഥം. ഒരാൾ വന്നാൽ മതി, ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് വന്നാൽ മതി, ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് ശാന്തിക്കാരൻ മതി, ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് കമ്മിറ്റിക്കാരൻ മതി, ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് കലാകാരൻ മതി, ഒരാൾ ഡെഡിക്കേറ്റഡായിട്ട് അടിച്ചുകളിക്കാരൻ മതി. അപ്പം ഇവരുടെ ബോധപൂർവമായ നീക്കങ്ങളിലൂടെ എന്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും? ഒരു ക്ഷേത്രത്തെ എന്ത് ചെയ്യാൻ സാധിക്കും? കൊണ്ടു നടക്കാൻ സാധിക്കും. അല്ലാണ്ട് ആയിരക്കണക്കിന് പേരൊന്നുമില്ല. പല ക്ഷേത്രങ്ങളിലും നമുക്ക് പോകുമ്പോൾ അറിയാം, പല രാഷ്ട്രീയ പ്രസരണങ്ങളും വരുന്നു എന്നർത്ഥം. ക്ഷേത്ര കമ്മിറ്റികളിൽ വരുന്നു, അതുപോലെ ഉത്സവ കമ്മിറ്റികളും പൊതുയോഗങ്ങളിലൊക്കെ വരുന്നു. അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെയൊന്നുമില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല എന്നർത്ഥം. കുറച്ച് പേര് നമ്പൂരിമാരെന്ന്, കുറച്ച് പേര് കർത്താക്കന്മാരെന്ന്, കുറച്ച് പേര് മറ്റുള്ളവരിൽ നിന്ന് ഒക്കെ
എടുക്കുമ്പോൾ തന്ത്രിമുഖ്യനടക്കം എല്ലാവരും എന്തായിരുന്നു ഒരുമിച്ച് വിടും. 10 പേര് വെച്ചാൽ എല്ലായിടത്തു നിന്നും എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാ അർത്ഥത്തിലുള്ള ദ്രവ്യങ്ങളും അവിടെ എത്തും. അപ്പോൾ ഓരോരുത്തർ കൃഷി ചെയ്യുന്ന ദ്രവ്യങ്ങളടക്കം എടുത്തും. ചിലർക്ക് ഇഷ്ടം പാത്രങ്ങൾ കഴുകാനാണ്, ആയിക്കോട്ടെ. ചിലർക്ക് ഇഷ്ടം മൺപാത്രങ്ങൾ ഉണ്ടാക്കി ക്ഷേത്രത്തിൽ ഫ്രീ ആയിട്ട് സമർപ്പിക്കുന്നതാണ്, ആയിക്കോട്ടെ. ചിലർ കൃഷിക്കാരാണ്, കൂവളത്തിൻ്റെ തൈകൾ തരാനാണ് ഇഷ്ടം, വെച്ച് പിടിപ്പിക്കാനാണ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് ഇഷ്ടം. ചിലർക്കോ ഇതൊന്നുമല്ല, കുറച്ച് സ്ഥലം വൃത്തിയായി കിടക്കാനുണ്ട്, അവിടെ കല്ല് വിരിക്കാനാണ് ഇഷ്ടം. ചിലർക്കോ അവിടെ മണ്ണ് ഇടിഞ്ഞു വീണും തുടങ്ങി അവിടെ വെള്ളത്തിലെടുത്ത കല്ലുകൾ പാകാനാണ് ഇഷ്ടം. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലുള്ളതായ ഒരു പലക കംപ്ലൈൻറ്റ് വന്നു മേശാന്തിയുടെ, ചെരിഞ്ഞായിരിക്കുന്ന ആ പലകയുടെ മുട്ട് വയ്ക്കുന്നതിന് എന്ത് വേണം, അത് നിയമപ്രകാരമുള്ള കടുക്കനിട്ട് ഉപാസനയുള്ള ആശാരി തന്നെ വേണം. അപ്പോൾ ഒരു മാല എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വേണ്ടത് എന്നർത്ഥം. ഓരോ കണ്ണിയും കിട്ടപ്പെടുമ്പോൾ തന്ത്രി മുതൽ അടിച്ചുതളി വരെ എല്ലാവരും ഒന്ന് തന്നെയാണ്, ഒരാളും വ്യത്യാസമില്ല. കർമ്മങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരെല്ലാവരും തുല്യരാണ്. തന്ത്രി തുല്യരാണ്, മേശാന്തി തുല്യരാണ്, ഓഫീസർ തുല്യരാണ്, അതിനു മുകളിലുള്ള അതിനും അപ്പുറത്തുള്ളവരുണ്ടെങ്കിൽ ഇവരെല്ലാവരും തുല്യരാണ്. മാലയുടെ കണ്ണിയുടെ 2 പൂവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മാലയ്ക്ക് ഭംഗിയുണ്ടോ? ഇല്ല. അപ്പം മാല ചേർത്ത് കിട്ടുമ്പോൾ നമുക്കറിയാം, അറിയാതെയാണെങ്കിൽ പോലും മാലയുടെ വള്ളിക്ക് എന്ത് പ്രയോജനമുണ്ട്? വള്ളി പോലും ഭഗവാനെ തുറന്നു എന്നർത്ഥം. അപ്പോൾ ഫ്രീ ആയിട്ട് വള്ളിക്കും കിട്ടും. പക്ഷേ ഫ്രീ ആയിട്ട് ഒന്ന് കൊടുത്താലും അതിന് യാതൊരു വിലയില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്ത് കിട്ടും, എന്തോ വലിയ കാര്യമാണ്. ഓഫറുകളുണ്ട് ചിലതില്ലേ, 4 പാക്കറ്റ് സാധനം മേടിച്ചാൽ 1 പാക്കറ്റ് ഫ്രീ, 5ാമത്തെ ഫ്രീ. എന്തിനു ഫ്രീ? കാരണം അവർക്ക് ആ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെറുതെ കിട്ടുന്നതൊന്നും പ്രയോജനം അല്ല എന്നർത്ഥം. അപ്പോൾ വെറുതെ കിട്ടുന്നതൊന്നും പ്രയോജനമല്ലാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായ വസ്തുക്കളിലെ ഒരംശം ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ എന്തായിത്തീരുന്നു, അത് ശുദ്ധാശുദ്ധികളെ നടക്കുന്ന ഒരു ക്ഷേത്രമായിത്തീരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താനുള്ളതായ ഒരു മനസ്സ് മാത്രമേ ഇല്ലാത്തതുള്ളൂ. മനസ്സില്ല എന്നൊക്കെ ഞങ്ങളുടെ തത്വം അനുസരിച്ച് പറയും, ബുദ്ധിയുള്ളൂ. മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുപോട്ടെ, മനസ്സില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന് തൊഴുതാതെ ഒരു രീതിയിലും ഞാനടക്കാൻ രക്ഷപ്പെടില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് തൊഴുതാൽ എല്ലാം കിട്ടും. ഒരു പണ്ടപ്പരപ്പും പരാതിയും പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ തേവർക്കെല്ലാം ഏത് നാളിൽ ജയിക്കണം, ഏത് നാളിൽ മരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ബോർഡുകൾ നമ്മൾ എഴുതി വയ്ക്കും. കാരണം കൂടുതൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ വഴിപാടുകൾ കളിക്കാൻ വേണ്ടി ദീപാരാധന, പ്രദോഷം അങ്ങനെയുള്ളതൊക്കെ പേര് നാളെ എഴുതി വയ്ക്കും. കാരണം നമ്മൾക്ക് എന്ത് ചെയ്യണം, അവരെ വിനയം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരും നാളൊക്കെ എഴുതുന്നത്. അപ്പോൾ വിനയത്തോടു കൂടി കാണുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരാളുടെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ മറ്റു കുടുംബത്തിലെ അംഗങ്ങളും കൂടെ ഓർക്കും, എൻ്റെ നാൾ ആ നാൾ തന്നെയാണല്ലോ, ആ നാളിൽ നമുക്ക് വഴിപാട് കഴിക്കാമെന്ന് ഓർക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ നിറയിൽ വിരാജിക്കുന്നതായ ഭാരതഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എത്ര മഴ പെയ്തിട്ടും സാധാരണ വലിയൊരു മഴ പെയ്താൽ തണുത്ത് വരയ്ക്കാറുണ്ട്. എവിടെയാണ് ചൂടിന് കുറവെന്ന് ചോദിച്ചാൽ ചൂടിന് കുറവില്ല. കാരണം ഞാനടക്കമുള്ളതായ സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടാത്തതിൻ്റെ സർപ്പക്കാവിലൊക്കെ ഷീറ്റിട്ട് പിന്നീട് അതിന് ടൈൽസും ഇട്ട് ഒക്കെ ഇരിക്കുന്നു. സർപ്പക്കാവിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നമുക്കറിയാം, മണ്ണ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മിറ്റിൽ മാത്രമേ വിരിക്കാവുള്ളൂ. കാരണം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഒരു ചെടി മുളയ്ക്കണം. അടിയിൽ പ്ലാസ്റ്റിക് ഇട്ട്, അതുപോലെ അടിയിൽ സാരിയൊക്കെ വിരിച്ച് പല ക്ഷേത്രങ്ങളും നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ അപകടകരമാണ്. അതിൻ്റെ അടിയിൽ മുഴുവനും ഈശ്വര ചൈതന്യങ്ങളുണ്ട്. അവിടെ മുഴുവനും ഇന്ദ്രൻ, യമൻ എന്ന് മുതലായ ചൈതന്യങ്ങളുണ്ട്. പാമ്പുകളുണ്ട്, പാറ്റകളുണ്ട്, തേളുകളുണ്ട്. അവർക്കൊക്കെ ഭഗവാനെ ഉപാസിക്കണ്ടേ? അപ്പം അതിൻ്റെ അടിയിൽ അതിന് പറ്റാത്തപ്പോൾ അതിന് ചെയ്യും, അത് ഏതെങ്കിലും തുളയെക്കൂടെ കയറി വരും. ചിലപ്പോൾ തളപ്പള്ളി കാണും പാമ്പ്. അപ്പോൾ അതിനെ തൊട്ടെന്ന് വെച്ചാൽ അതിനെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥകളാണ് ഇതെല്ലാം. ചിലരൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ വരും. അതൊന്നും പാടില്ല എന്നർത്ഥം. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് AC ഉണ്ടാക്കാൻ പാടില്ലേ? അകത്ത് എക്സലേറ്റർ വെക്കാൻ പാടില്ലേ ക്ഷേത്രങ്ങളിൽ? എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? അവിടെ നടന്ന് പാദധൂളി എന്ത് പറ്റണം? പാദധൂളി അവിടെ നമ്മുടെ പാദങ്ങളിൽ പറ്റണം എന്നർത്ഥം. അത് ക്ഷേത്രത്തിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും കാലും മുഖവും കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിന് പുറത്തു പോകുമ്പോൾ കാല് കഴുകാൻ പാടില്ല എന്ന് പറയും. കാരണം കൈ കഴുകാം, കയ്യിൽ ഒരു നെല്ല് പോലും വെക്കാൻ പാടില്ല. കാരണം ഇരട്ടി ദുരിതം അനുഭവിക്കേണ്ടി വരും. കാല് കഴുകാൻ പാടില്ല. ഭക്തജനങ്ങൾ വന്ന് നമസ്കരിച്ചായ പാദധൂളി നമ്മുടെ പാദത്തിലും പറ്റുമ്പോൾ നമ്മളവിടെ നമസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതോടെ അവിടെ പാദധൂളി നമ്മുടെ ശിരസിലും. ഉദ്ധവൻ എങ്ങനെയാണോ ജ്ഞാനസ്വരൂപമായ പ്രേമസ്വരൂപമായ
ഗോപിമാരെ കണ്ടപ്പോൾ പലരും പറയുന്നത് ഉദ്ധവൻ്റെ അഹങ്കാരം അത് അയാളുടെ അഹങ്കാരമാണ്. ഉദ്ധവന് അഹങ്കാരം ഉണ്ടായിട്ടില്ല. സത്സംഗ മഹിമ, സത്സംഗത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.